നമ്മൾ മലബാറുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കിണ്ണത്തപ്പം, അതായത് ബേക്കറികളിലെല്ലാം ഇങ്ങനെ ചില്ലുകൂടിനകത്ത് വെച്ചിട്ട് കാണുമ്പോൾ തന്നെ ഒരു പീസ് വാങ്ങി കഴിച്ചാലോ എന്ന് പൂതിയായി പോകുന്ന ഒരു ഐറ്റം തന്നെയാണ്. എന്നാൽ ഇത് ഉണ്ടാക്കാൻ അതിനേറെ കഷ്ടപ്പാടും ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് പച്ചരി 4-5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് 2 തേങ്ങയാണ്, അത് ചിരവി വെക്കുക. ഇനി കുതിർത്തെടുത്ത പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 1/2 കിലോ ശർക്കര അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി എന്ത് ചെയ്യണം, നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരിയില്ലേ, നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടുന്നത് തേങ്ങാപ്പാലാണ്. തേങ്ങ ഞാൻ പറഞ്ഞില്ലേ, 2 തേങ്ങ ചിരവിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പാല് മുഴുവനും എടുക്കുക, നല്ലോണം തന്നെ എടുത്തോളൂ. കട്ടിപ്പാൽ 1-ാം പാൽ 2-ാം പാലൊന്നും ആക്കിയിട്ടില്ല, ഞാൻ എല്ലാം ഒരുമിച്ച് തന്നെ മിക്സാക്കി. പിന്നെ ഉരുക്കി എടുത്തിട്ടുള്ള ശർക്കരയും കൂടി ഇതിലേക്ക് അങ്ങ് മിക്സാക്കി കൊടുത്ത് നല്ലപോലെ നമ്മുടെ ഈ അരിയും ഇതുമെല്ലാം കൂടി മിക്സാക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടിയും ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ഫ്ലെയിം ഓണാക്കാതെയാണ് ഇതിൻ്റെ മിക്സിംഗ് ഒക്കെ റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ കൈയടക്കാതെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അരി കട്ട പിടിച്ച പോലെ ആയിപ്പോ കേട്ടോ. ഒരു പകുതി ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചതും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കോളി. ഇളക്കൽ തന്നെ ഇതിൻ്റെ മെയിൻ പരിപാടി. ശരിക്കും ഒരു 2-2.5 മണിക്കൂറൊക്കെ എടുക്കും കേട്ടോ ഇത് റെഡിയായി കിട്ടാൻ. ഒരു 1/4 ഭാഗം ആകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും ഇളക്കുക. ഈ സമയത്ത് നമുക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവും ഇത് റെഡിയാവാനായി എന്ന്. എന്നാൽ പിന്നെ ഇല്ല കേട്ടോ, ഇനിയും കുറേ ഇളക്കാനുണ്ട്. അങ്ങനെ ഇതിങ്ങനെ ഒരു തവി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഇതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് റെഡി ആയിട്ടില്ല. അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഒറ്റിച്ചു കൊടുത്താലും മതിയാവും. പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്ന ഇതുപോലെ ആകുമ്പോൾ നമുക്കിത് റെഡിയായി നടത്തും. ഇനി ഒരു നെയ്തടവിയ പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഈ ചൂടോടുകൂടി തന്നെ നെയ്തടവിയ പാത്രം കൊണ്ട് തന്നെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രക്ക് അങ്ങോട്ട് ഫിനിഷിങ് കിട്ടൂല, ഒരു ഉണ്ട കെട്ടിയ പോലെ ഉണ്ടാവാം. അപ്പോൾ ഞാനിത് ചെറിയ അളവിൽ ഗ്യാസ് അടുപ്പിൽ ചെയ്ത് നോക്കിയതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം